ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൂളൊക്കെ തുറന്നില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരുന്നു. ഇനി മുതൽ നമ്മൾ പണ്ടിടാറുള്ളത് പോലെ തന്നെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഈവനിങ് വ്ളോഗൊക്കെ സെറ്റ് ആക്കാമെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു ബാൽക്കണി വന്ന് കുറച്ചിരുന്ന് പഠിക്കാമെന്ന്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ ഇരിക്കാമെന്ന്. മഴയൊക്കെ പെയ്യുമ്പോൾ ബാൽക്കണിയിലിരുന്ന് പഠിക്കാൻ എന്തായാലും നല്ല രസമൊക്കെ ആയിരുന്നു. വലുതായിട്ടൊന്നും പഠിക്കാനും ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ സന്തോഷമായി. ഇനിയും പണ്ടത്തെ പോലെ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാന്നൊന്നും ഞാൻ ഉറപ്പ് തരുന്നില്ല. പറ്റുമ്പോഴൊക്കെ ഒബ്വിയസ്ലി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. മഴ ചാറുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്കിഷ്ടം കുറച്ച് നന്നായിട്ട് മഴ പെയ്യുന്നതാണ്. പ്രളയമൊക്കെ പോലുള്ള മഴയൊന്നും അല്ല കേട്ടോ, ചെറിയ സമാനമായിട്ടുള്ളൊരു മഴ. എന്തായാലും ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചത്. വെളിയിലിരുന്ന് പഠിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, വലുതായിട്ട് പഠിക്കുക എന്ന് പറയുന്നതല്ല, കുറേ എഴുതുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മളൊരു ഐഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇനി വരുന്ന വ്ളോഗ്സും ഷോർട്സും എല്ലാം നമുക്ക് ഇത് വെച്ച് ഷൂട്ട് ചെയ്യും. ഇതുവരെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ മടി പിടിച്ചിരുന്നതും ആ പഴയ ഫോൺ കൊണ്ട് തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മളതിനെ തള്ളിപ്പറയുകയല്ല, ആ ഫോൺ വലിയൊരു പാർട്ട് തന്നെയായിരുന്നു. പക്ഷെ ഐഫോൺ എന്ന് പറയുന്ന ആഗ്രഹം എൻ്റെ ചേച്ചിയുടെ മനസ്സിൽ കയറി കുറേ കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി ഞാൻ വന്നിട്ടുണ്ട്. രാത്രിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യുക, കഴിക്കുക, പഠിക്കുക, അത് തന്നെ സംഭവം. പിന്നെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ടേബിൾ പിന്നെയും വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അതൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വൃത്തികേടെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ബുക്സും പെൻസും ഒക്കെ പിന്നെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അതൊക്കെ കറക്റ്റ് സ്ഥലത്തോട്ട് വെച്ച് കൊടുത്തു. രാത്രിയിൽ ഫുള്ളിനി എഴുതാനൊക്കെയാണ്, അതായത് ഹോം വർക്ക്സ് അതൊക്കെ തന്നെ. വലിയ ഹോം വർക്ക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പടമൊക്കെ വരച്ചിരിക്കാമെന്ന്. പിന്നെ ഈ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് വാട്ടർ കളേഴ്സാണ്. അപ്പോൾ ഇതിൽ കൂടുതലും വാട്ടർ കളർ പെയിൻറ്റിങ്സ് തന്നെയാണ് ഉള്ളത്. ഇതിൽ ചിലതൊക്കെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് വരച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് പക്ഷേ ഞാൻ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ വരച്ചൊരു ഡ്രോയിങ് ആണിത്. എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ വന്നില്ല. പെട്ടെന്ന് കയ്യിൽ കിട്ടിയൊരു കളറായിരുന്നു ഗ്രീൻ. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു ലീഫൊക്കെ വരച്ച് തുടങ്ങാമെന്ന്. ലീഫ് വരച്ചെത്തിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് പൂക്കളും കൂടെ വരച്ചെടുത്ത് ഒരു ചെടിയാക്കാമെന്ന്. ആക്ച്വലി ഇതൊരു ചെടിയല്ല, ഒരു ബൊക്കെ കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. കുഴപ്പമില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും അപ്പം മണിയനെയൊക്കെ പരിചയപ്പെട്ടല്ലോ അല്ലേ? നമ്മുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ട് മണിയനെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയാൽ ആരും വൃത്തിയാക്കി തരാനില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഇനിയും ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിലേക്ക് കടക്കാം. അപ്പം എന്തായാലും ജസ്റ്റ് ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയർ. ഞാൻ നോർമലി ഹെയർ ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സ്കിൻ കെയർ ചെയ്യാറുള്ളത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഇനിയാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ സംഭവങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസേഴ്സ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ രാത്രിയും കൂടെ ഫോൺ നോക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ഫോണും കൂടെ കണ്ടിട്ട് അങ്ങ് വെച്ചു. പിന്നെ ഞാൻ എന്തായാലും 10:45 കിടക്കത്തില്ല. ഇന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി പോയി, 12:30 ആയി കിടന്നപ്പോൾ. ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിലൊന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നതായിരുന്നു. ഈ മഴയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണ്ണീറ്റത്.
അപ്പോൾ എന്തായാലും അതായിരുന്നു നമ്മുടെ വ്ളോഗ്. ഇനി ഇങ്ങനത്തെ വ്ളോഗ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാം. ഹോപ്പ് യു ലവ് ദിസ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.